ഇന്ന് നമ്മളിൽ പലർക്കും പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു കണ്ടീഷനാണ് പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ്സ് എന്ന് പറയും. എനിക്ക് തോന്നുന്നു ഇത് ഒരുപാട് പേർക്ക് ഈ ഒരു ബുദ്ധിമുട്ടും കൊണ്ട് ഫേസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടും ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ നോക്കാം. ഞാൻ ഡോക്ടർ സരസ്യ QNB ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ. എന്താണ് പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ്സ്? മലദ്വാരത്തിൻ്റെ ചുറ്റുമോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോട്ടായിട്ട് വരുന്ന രക്തക്കുഴലുകൾ വികസിച്ചിട്ട് വരുന്ന ബുദ്ധിമുട്ടാണ് പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ്സ് എന്ന് പറയുന്നത്. ഒന്നിക്കലും മലത്തിൽ രക്തം കാണുക, അല്ലെങ്കിൽ അവിടെ മുഴയായിട്ടോ തടിപ്പായിട്ടോ വേദനയായിട്ടോ മലം പോകുന്ന സമയത്ത് നല്ല രീതിയിൽ തടസ്സം വരിക, അതായത് കൂടുതൽ സ്ട്രെയിൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ, മലബന്ധമായിട്ട് വരിക, ഇങ്ങനത്തെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ചില ആൾക്കാർക്ക് ഒരു തടിപ്പായിട്ടായിരിക്കും വരാം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയിലെ ബുദ്ധിമുട്ടുകളായിട്ടായിരിക്കും ഇത് കാണപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗ്രേഡ്സ് നോക്കുകയാണെങ്കിൽ 4 ഗ്രേഡ് വരെ ഉണ്ട്. ഗ്രേഡ് 1 അത്രത്തോളം വലിയ പ്രോബ്ലംസ് അല്ല, നമുക്ക് ജസ്റ്റ് ഒരു മെഡിക്കേഷൻ ത്രൂ തന്നെ നമുക്കത് മാറ്റം വരുത്താൻ പറ്റുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ മലദ്വാരത്തിൻ്റെ ഉള്ളിൽ തന്നെ പൈൽസ് കാണപ്പെടുന്നതാണ്, അതായത് പുറത്തോട്ടേക്ക് തള്ളി നിൽക്കുന്നില്ല. പക്ഷെ 2, 3, 4 ഗ്രേഡൊക്കെ വരുന്ന സമയത്ത്, ഒരു 4 വരുന്ന സമയത്ത് അത്രത്തോളം സിവിയറിറ്റി ആണ് ഉള്ളത്. ആ സമയത്താണ് സർജറി എന്നുള്ള ഓപ്ഷനൊക്കെ ഒരുപാട് പേര് തിരഞ്ഞെടുക്കുന്നത്. അതായത് 2, 3 വരുന്ന സമയത്ത് പുറത്തോട്ടേക്ക് വരുന്നത്, തള്ളി നിൽക്കുക പുറത്തോട്ടേക്ക്, അപ്പോൾ ഉള്ളിൽ കയറാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഉള്ളിലോട്ടേക്ക് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഗ്രേഡ് 2, 3, 4 ഒക്കെ അത്രത്തോളം സിവിയറിറ്റി ആണ്. പക്ഷേ ഗ്രേഡ് 1 ഒന്നും പുറമേ നമുക്ക് കാണാൻ പറ്റില്ല, ഉള്ളിൽ പരിശോധന ചെയ്യുന്ന സമയത്ത് മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. അതൊക്കെ നമുക്ക് ജസ്റ്റ് പറയുന്ന ഒരു ഡോക്ടർ നിർദ്ദേശം അനുസരിച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ, അതുപോലെ തന്നെ മെഡിക്കേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് എടുക്കുക, ഡയറ്റൊക്കെ നമ്മൾ കറക്റ്റായിട്ട് എടുക്കുന്ന സമയത്ത് ആ ഒരു ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതാണ്, ഇപ്പം ചില സമയത്ത് നമ്മൾ കറക്റ്റായിട്ടുള്ള, ഇപ്പോൾ ഗ്രേഡ് 1 തന്നെ നിങ്ങൾ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ മാനേജ്മെൻറ്റൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ഗ്രേഡ് 2 3 4 വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഗ്രേഡ് 1 തന്നെ പെട്ടെന്ന് തന്നെ 2 3 4 അത് സിവിയറിറ്റി കൂടുന്ന ഒരു സിറ്റുവേഷൻ വരാൻ സാധ്യതയുണ്ട്. എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ട കാര്യമാണ്, ഡയറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഹെമറോയിഡ്സ് വരുന്നത്? നമ്പർ 1, നമ്മൾ ബവൽ മൂവ്മെൻറ്റ്സിന് വേണ്ടിയിട്ട്, അതായത് നമ്മൾ വയറ്റിന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങ് നല്ല രീതിയിൽ തന്നെ സ്ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് കോൺസ്റ്റിപ്പേഷനും അല്ലെങ്കിൽ ഹാർഡ് സ്റ്റൂൾസൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരുപാട് സമയത്ത് സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവും, നെർവ്സിനൊക്കെ ബ്രേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പൈൽസ് ഹെമറോയിഡ്സ് പോലത്തെ കണ്ടീഷൻ വരാൻ സാധ്യത കൂടുതലാണ്. രണ്ടാമത്തത്, ഒരുപാട് സമയം നമ്മൾ ടോയ്ലറ്റിൽ ചിലവഴിക്കുക, അതായത് ചില ആളുകൾ ടോയ്ലറ്റിൽ ഫോണും കൊണ്ട് പോകുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതും കണ്ട് റീൽസൊക്കെ കണ്ട് അല്ലെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് സമയം ടോയ്ലറ്റിൽ ചിലവഴിക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്തും ആ ഒരു പൊസിഷനിൽ നമ്മൾ ഇരിക്കുന്ന സമയത്തും പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ്സ് പോലത്തെ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ആണ് ക്രോണിക് ആയിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ. അതായത് ചില ആൾക്കാർക്ക് കോൺസ്റ്റിപ്പേഷൻ ഉള്ള, വയറ്റിൽ നിന്ന് പോകാൻ പറ്റാത്ത, എന്തുകൊണ്ടാണ് വയറ്റിൽ നിന്ന് പോകാൻ പറ്റാത്തത്? നമ്മുടെ ഭക്ഷണത്തിൻ്റെ പ്രശ്നം മൂലം മാത്രമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് ചില ആൾക്കാർക്ക് കോൺസ്റ്റിപ്പേഷൻ പോലത്തെ ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് ഒരുപാട് സമയത്ത് ടോയ്ലറ്റിൽ അങ്ങ് ചിലവഴിക്കും. അതുപോലെ തന്നെ ഡയേറിയ, ചില ക്രോണിക് ആയിട്ടുള്ള ഡയേറിയ വരുന്ന സമയത്തും ഒരുപാട് സമയം നമ്മൾ ടോയ്ലറ്റിൽ തന്നെ ഇരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് എന്ത് വരും, പൈൽസ് ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. പിന്നെ അടുത്തതാണ് ഫൈബർ ഇൻടേക്ക് കുറയുന്ന സമയത്ത്. അതായത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഫൈബർ അടങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഉറപ്പ് വരുത്തണം. ലാക്ക് ഓഫ് ഫൈബർ വരുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവും, ദഹനത്തിന് ബുദ്ധിമുട്ട് വരും, അതുപോലെ തന്നെ വയറ്റിൽ നിന്ന് പോകാനും ബുദ്ധിമുട്ടുണ്ടാവും. ഈ കോൺസ്റ്റിപ്പേഷൻ പോലത്തെയും ഒരുപാട് സമയത്ത് നമ്മൾ ചിലവഴിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു ഭക്ഷണത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ്. അതിലൊന്നാമത്തെ കാര്യമാണ് ഫൈബറിൻ്റെ അളവ് കുറവ്. അപ്പോൾ ഇങ്ങനെ കുറയുന്ന സമയത്ത് എന്തുണ്ടാവും, ഹാർഡായിട്ടുള്ള സ്റ്റൂൾസ് വരാൻ സാധ്യതയുണ്ട്, അതുപോലെ തന്നെ ക്രോണിക് ആയിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ വരാൻ സാധ്യതയുണ്ട്. ഒരുപാട് സമയത്ത് നമ്മൾ ടോയ്ലറ്റിൽ ചിലവഴിക്കും. അപ്പം ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, പ്രഗ്നൻസിൻ്റെ സമയത്തൊക്കെ പെൽവിക് വെയിനിൽ അവിടെ നല്ല രീതിയിൽ തന്നെ നമ്മൾ പ്രഷർ കൊടുക്കും. അപ്പോൾ ആ ഒരു സമയത്തും പൈൽസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ പ്രഷർ കൂടുതലാവുന്ന സമയത്തും പൈൽസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജ്. അപ്പോൾ ഏജ് ആവുന്ന സമയത്ത് എന്തുണ്ട്, വെയിൻസ് ഒക്കെ വീക്ക് ആവാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ ആ സമയത്തും ചില ആൾക്കാർക്ക് പൈൽസ് വരാൻ സാധ്യതയുണ്ട്. അടുത്തത് ഫിസിക്കൽ ആക്ടിവിറ്റി കുറവുള്ള, അതായത് ഭക്ഷണം നമ്മൾ ഒരുപാട് കഴിക്കും, അത് ഓവർ ഈറ്റിംഗ്
കഴിക്കും. ഫാസ്റ്റ് ആയിട്ടുള്ള ഫുഡ്, പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്, സോൾട്ടി ആയിട്ടുള്ള ഫുഡ്, അങ്ങനെ സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒരുപാട് അങ്ങ് കഴിക്കും. അതായത് ഭക്ഷണ കാര്യത്തിൽ നിയന്ത്രണം ഇല്ലാത്തൊരവസ്ഥ. പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റിയും തീരെയില്ല. അതായത് മോർണിംഗ് എക്സസൈസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഈവനിങ് നമ്മൾ അല്പം നേരം വാക്കിങ്ങോ ജോക്കിങ്ങോ അല്ലെങ്കിൽ സ്വിമ്മിങ്ങോ ഇങ്ങനത്തെ യാതൊരു രീതിയിൽ ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരുമ്പോഴും ഈ ഒരു പൈൽസ് പോലത്തെ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. അതായത് ഒരു കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി കുറവ്, പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭക്ഷണത്തിൻ്റെ, നേരത്തെ ഞാൻ പറഞ്ഞു ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് പൈൽസ് വരുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഭക്ഷണ കാര്യത്തിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. അത് ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, പുറത്തുനിന്നുള്ള ഭക്ഷണമൊക്കെ മാക്സിമം ഒഴിവാക്കുക, സ്പൈസി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നോക്കുക, ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക, ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ ധാരാളം കൂട്ടാൻ വേണ്ടിയിട്ടും കൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള പൈൽസിൻ്റെ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യത കുറവായിരിക്കും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ്സ് പോലത്തെ ബുദ്ധിമുട്ടുള്ള സമയത്ത് ഡയറ്റിൻ്റെ കാര്യത്തിലും നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം മെഡിക്കേഷൻസ് ഒക്കെ ചെയ്തിട്ട് ഡയറ്റിൻ്റെ കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്ത് വരും? വീണ്ടും നമുക്ക് ഗ്രേഡ് 2-ലോട്ടേക്കോ ഗ്രേഡ് 3-ലോട്ടേക്കോ ഒക്കെ വരാൻ സാധ്യത കൂടുതലാണ്. ആ ഒരു സമയത്ത് മാക്സിമം വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കുക. റെഡ് മീറ്റ്, അതുപോലത്തെ പ്രോസസ്ഡ് ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ഫുഡ്, ചിക്കൻ, എഗ്ഗ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ഇപ്പോൾ ഹോമിയോപ്പതി തന്നെ പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിലും അതുപോലത്തെ ഡയറ്റിൻ്റെ കാര്യത്തിലൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ പൈൽസ് പോലത്തെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന പേഷ്യൻസിനൊക്കെ ഞാൻ കറക്റ്റായിട്ടുള്ള ഡയറ്റും അതുപോലത്തെ മെഡിക്കേഷൻസൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന സമയത്ത് അവർക്ക് നല്ല രീതിയിൽ റിസൾട്ട് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ചില പേഷ്യൻസൊക്കെ വരുന്ന സമയത്ത് അവർ ഞാൻ ചോദിക്കും എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്ര ലേറ്റ് ആയത് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്ന് പറയുന്ന സമയത്ത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വീട്ടിൽ പറയാനും അതുപോലെ തന്നെ പുറത്തൊക്കെ പറയാൻ മടിയാണ് ഡോക്ടറെ. അപ്പോൾ നിങ്ങൾ ഒരു രീതിയിലും മടിക്കേണ്ട ആവശ്യമില്ല. വേഗം തന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാണുവാണെങ്കിൽ അല്ലെങ്കിൽ അസ്വസ്ഥതകൾ നിങ്ങൾക്ക് കാണപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ അപ്പം തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. പെട്ടെന്ന് തന്നെ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അത്രത്തോളം യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇത് സംബന്ധിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ ഡോക്ടർ സരിസ കെ, QNB ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ.